ഞാൻ ഡോക്ടർ നസീഫ്. കുട്ടികളുടെ ബുദ്ധി വികാസവുമായി ബന്ധപ്പെട്ട മാനസിക വ്യതിയാനമാണ് ഓട്ടിസം എന്ന് പറയുന്നത്. ജനന സമയത്തെ ആദ്യ നാളുകളിൽ ഓട്ടിസം കണ്ടുപിടിക്കാൻ സാധിക്കുകയില്ല. ഓട്ടിസം ഒരു കുഞ്ഞിന് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത് അവരുടെ സ്വഭാവത്തിലൂടെയാണ്. ഓട്ടിസം ബാധിച്ച കുട്ടികൾ ദൈനംദിന ജീവിതത്തിൽ പ്രകടിപ്പിക്കുന്ന ചില ലക്ഷണങ്ങൾ അവരെ മറ്റു കുഞ്ഞുങ്ങളിൽ നിന്നും വ്യത്യസ്തരാക്കുന്നു. ഓട്ടിസമുള്ള കുട്ടികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരുടെ കഴിവുകൾ വളർത്തിയെടുക്കാൻ അവരുടെ മാതാപിതാക്കൾക്ക് ഓട്ടിസം എന്ന അവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ഓട്ടിസം ശരിക്കും ഒരു അസുഖമായിട്ടല്ല പരിഗണിക്കുന്നത്, അതൊരു അവസ്ഥയായിട്ടാണ് പരിഗണിക്കുന്നത്. സാമൂഹികപരമായും ആശയവിനിമയപരമായും ബുദ്ധിപരവുമായും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഓർഗാനിക് ന്യൂറോ ഡെവലപ്മെൻറ്റ് ഡിസോർഡറാണ് ഓട്ടിസം എന്ന് പറയുന്നത്. ഓട്ടിസത്തെ ആശയവിനിമയത്തിലും പരസ്പര ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിലും കുട്ടികൾ നേരിടുന്ന പ്രശ്നമാണെന്ന് പറയാവുന്നതാണ്. ഓട്ടിസത്തിൻ്റെ ലക്ഷണങ്ങൾ ഓരോ കുട്ടിയിലും വ്യത്യസ്തമായിരിക്കും അനുഭവപ്പെടുക. 3 വയസ്സ് ആകുമ്പോഴായിരിക്കും കുട്ടികൾക്ക് അതിൻ്റെ ലക്ഷണങ്ങൾ പ്രകടമായി തുടങ്ങുക. ആൺകുട്ടികളിലാണ് ഓട്ടിസം കൂടുതലായിട്ട് കണ്ടുവരുന്നത്. തലച്ചോറിൻ്റെ ഘടനയിലും പ്രവർത്തനത്തിലുമുള്ള വ്യതിയാനമാണ് ഓട്ടിസം ഉണ്ടാവാനുള്ള പ്രധാന കാരണം. 3 വയസ്സിനുള്ളിൽ കുട്ടികൾക്ക് ഓട്ടിസം ഉണ്ടോ എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നതാണ്. കുഞ്ഞുങ്ങളുടെ വളർച്ചയും ബുദ്ധിവികാസവും ശരിയായ രീതിയിൽ നടക്കുന്നു എന്ന് എല്ലാ മാതാപിതാക്കളും നിർബന്ധമായും ഉറപ്പുവരുത്തേണ്ടതാണ്. കൃത്യമായി കുട്ടികളെ നിരീക്ഷിക്കാത്തത് കൊണ്ട് മാത്രം ഓട്ടിസമുള്ള കുഞ്ഞുങ്ങൾക്ക് ശരിയായ രീതിയിൽ ചികിത്സ ലഭിക്കാതെ പോവുകയും ചെയ്യുന്നുണ്ട്. തുടർച്ചയായി ഓട്ടിസമുള്ള കുട്ടികളുടെ കാര്യത്തിൽ ശരിയായ രീതിയിൽ ഇടപെടുകയാണെങ്കിൽ ഇത്തരം കുട്ടികൾക്ക് മെച്ചപ്പെട്ട പുരോഗതി ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. ഓട്ടിസമുള്ള കുട്ടികൾ കണ്ടുവരുന്ന ചില ലക്ഷണങ്ങൾ താഴെ പറയുന്നവയാണ്. ഓട്ടിസം ബാധിച്ച കുട്ടികൾ ആദ്യകാലങ്ങളിൽ മറ്റൊരാളുടെ കണ്ണിൽ നോക്കുകയോ ഇടപഴകുകയോ ചെയ്യാറില്ല. എങ്കിലുമുള്ള കുട്ടികൾ മറ്റൊന്നിനോടും താല്പര്യം കാണിക്കാതെയും അവരെ സംരക്ഷിക്കുന്ന മാതാപിതാക്കളോട് സ്നേഹത്തോടെയോ മറ്റു രീതിയിലോ പ്രതികരിക്കാതെ ഇരിക്കുകയും ചെയ്യുന്നതാണ്. അച്ഛനമ്മമാരോടും മറ്റും വേണ്ടപ്പെട്ടവരോടൊന്നും അടുപ്പമോ പരിചയമോ ചിരിക്കുക പോലും ഇത്തരം കുട്ടികൾ ചിലപ്പോൾ കാണിക്കണമെന്നില്ല. ഓട്ടിസം കുട്ടികളിൽ കണ്ടുവരുന്ന മറ്റൊരു പ്രധാന ലക്ഷണമാണ് സംസാര വൈകല്യം. ചില വാക്കുകൾ ആവശ്യമില്ലാത്ത സന്ദർഭങ്ങളിൽ ആവർത്തിച്ചു പറയുന്ന പ്രത്യേകതയും ഇവരിൽ കാണാറുണ്ട്. സംസാരശേഷി ആദ്യം വളരുകയും പിന്നീട് പെട്ടെന്ന് സംസാരം കുറയുന്നതായും ചില കേസുകളിൽ കണ്ടുവരാറുണ്ട്. ചില ഓട്ടിസം കുഞ്ഞുങ്ങൾക്ക് തങ്ങളോട് ആരെങ്കിലും സംസാരിക്കുമ്പോൾ അവരെ ശ്രദ്ധിക്കാൻ തന്നെ താല്പര്യം പ്രകടിപ്പിക്കാറില്ല. എന്നാൽ ഒരു കൂട്ടം ഓട്ടിസം കുട്ടികൾ അപരിചിതരോടും പരിചിതരോടും ഒരുപോലെ തന്നെ അടുപ്പം പ്രകടിപ്പിക്കുകയും അവരോട് അടുക്കുകയും ചെയ്യാറുണ്ട്. മറ്റുള്ളവർ തൻ്റെ അടുത്തേക്ക് വരുന്നതോ പോകുന്നതോ അറിയാത്ത പോലെ ഭാവിക്കുന്നതായും ഓട്ടിസം കുട്ടിയിൽ കണ്ടുവരുന്ന ലക്ഷണമാണ്. സാധാരണ കുട്ടികളെപ്പോലെ മാതാപിതാക്കൾ പിരിഞ്ഞിരുന്നാൽ ഇത്തരം കുട്ടികൾക്ക് പേടിയോ ഉത്കണ്ഠയോ കാണുകയില്ല. ഇവർ ഒറ്റയ്ക്കിരിക്കാൻ കൂടുതൽ താല്പര്യപ്പെടുകയും സദാസമയവും സ്വന്തമായിട്ടുള്ള ഒരു ലോകത്ത് സമയം ചെലവഴിക്കാൻ അവർ കൂടുതൽ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നത്. ഒരു പ്രകോപനം കൂടാതെ മറ്റുള്ളവരെ ഉപദ്രവിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്നതും ഓട്ടിസം കുട്ടികൾ കണ്ടുവരുന്ന ലക്ഷണം കൂടിയാണ്. അതുപോലെ തന്നെ ഒരു കാരണവുമില്ലാതെ ചിരിക്കുക, കരയുക, കോപിക്കുക, വാശി പിടിക്കുക എന്നീ സ്വഭാവവും ഓട്ടിസം കുട്ടികളിൽ കണ്ടുവരാറുണ്ട്. ദൈനംദിന കാര്യങ്ങൾ ഒരുപോലെ ചെയ്യാനാണ് ഇത്തരം കുട്ടികൾക്ക് ഇഷ്ടം. നിരന്തരമായി കൈകൾ ചലിപ്പിക്കുക, ചാഞ്ചാടുക തുടങ്ങിയ വിചിത്രമായ പ്രവൃത്തികൾ ഇവരിൽ കണ്ടുവരാറുമുണ്ട്. ആശയവിനിമയം നടത്തുമ്പോൾ പ്രയാസമുണ്ടോ? കളിപ്പാട്ടങ്ങളോട് ഇഷ്ടക്കുറവ് അല്ലെങ്കിൽ ഒരു കളിപ്പാട്ടോട് കൂടുതൽ താല്പര്യം കാണിക്കുക, പേര് വിളിച്ചാൽ ശ്രദ്ധിക്കാതിരിക്കുക, ചിലതരം ശബ്ദങ്ങളോട്, ഉദാഹരണമായിട്ട് മിക്സി വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം, കുക്കറിൻ്റെ വിസിലടിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം, ഇവയൊക്കെ സഹിക്കാൻ പറ്റാത്തതുപോലെ കാണിക്കുക, അമിതമായിട്ടുള്ള ബഹളം കാണിക്കുക, എന്തെങ്കിലും കാര്യം കേൾക്കുകയാണെങ്കിൽ അത് തന്നെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുക, കുട്ടികൾ അവൻ്റേതായ അല്ലെങ്കിൽ അവളുടേതായ ഒരു ലോകത്തിൽ മുഴുകിയിരിക്കുന്നതായി കാണുക. കുട്ടിയെ നിരീക്ഷിക്കുമ്പോൾ മേൽപ്പറഞ്ഞ ലക്ഷണങ്ങളിൽ നിന്നും 2-3 ലക്ഷണങ്ങൾ കാണുന്നുണ്ടെങ്കിൽ കുട്ടിക്ക് ഓട്ടിസം ഉണ്ടോ, അതിൻ്റെ ലക്ഷണമുണ്ടോ എന്നറിയാനുള്ള പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. ഓട്ടിസത്തിന് വേണ്ടിയുള്ള തെറാപ്പി വളരെ വൈദ്യമാർന്ന മേഖലയാണ്. ഓട്ടിസം കുട്ടികൾക്ക് മാറ്റിയെടുക്കേണ്ട സ്വഭാവ രീതികൾ കണ്ടെത്താനും ഇവരിൽ വളർത്തിയെടുക്കേണ്ട കഴിവുകൾ പഠിച്ചെടുക്കാനും മാതാപിതാക്കളുടെയും തെറാപ്പിസ്റ്റുകളുടെയും അധ്യാപകരുടെയും സഹകരണം കൂടിയേ തീരൂ. ഇങ്ങനെയുള്ള കുട്ടികൾക്ക് മറ്റു കുട്ടികളെ അപേക്ഷിച്ച് നേരത്തെയുള്ള പരിശീലനം, പ്രത്യേക വിദ്യാഭ്യാസം, ബിഹേവിയർ തെറാപ്പികൾ, കുടുംബത്തിൻ്റെ പിന്തുണ എന്നിവയുടെയെല്ലാം കൂട്ടായ പ്രവർത്തനം വഴി നമുക്ക് ഓട്ടിസമുള്ള കുട്ടികളുടെ ഭാഷയും പെരുമാറ്റ രീതികളും മാറ്റം വരുത്താൻ സഹായിക്കുന്നതാണ്. ഇത്തരം കാര്യങ്ങളിലൂടെ ഓട്ടിസം കുട്ടികളുടെ സാധാരണ ജീവിതം നയിക്കുവാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഓട്ടിസമുള്ള കുട്ടികളെ എങ്ങനെയാണ് നമ്മൾ ചികിത്സിക്കേണ്ടതെന്ന് നോക്കാം. ഓട്ടിസം കുട്ടികൾ
മാറ്റിയെടുക്കേണ്ട സ്വഭാവ രീതിയിൽ കണ്ടെത്താനും ഇവരിൽ വളർത്തിയെടുക്കേണ്ട കഴിവുകൾ പഠിപ്പിച്ചെടുക്കാനും മാതാപിതാക്കളുടെയും തെറാപ്പിസ്റ്റുകളുടെയും അധ്യാപകരുടെയും സ്പെഷ്യൽ എഡ്യൂക്കേഷൻ നേടിയിട്ടുള്ള അധ്യാപകരുടെയും സഹകരണം കൂടിയേ തീരൂ. നേരത്തെയുള്ള പരിശീലനം, പ്രത്യേക വിദ്യാഭ്യാസം, ബിഹേവിയറൽ തെറാപ്പികൾ, കുടുംബത്തിൻ്റെ പിന്തുണ എന്നിവയുടെയെല്ലാം കൂട്ടായ പ്രവർത്തനം വഴി നമുക്ക് ഓട്ടിസമുള്ള കുട്ടികളുടെ ഭാഷയും പെരുമാറ്റ രീതികളും മാറ്റം വരുത്താൻ കഴിയുന്ന കാര്യങ്ങളുടെ ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ സാധാരണ ജീവിതം നയിക്കാനും സഹായിക്കുന്നതാണ്.